ഹലോ ഓൾ, വെൽക്കം ടു ദിശ അക്കാഡമി. ഇന്നത്തെ സെഷനിൽ റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള റെയിൽവേ എക്സാംസിൽ ചോദിച്ചിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which of the following statement is incorrect regarding the സ്വംവിത്വ സ്കീം? സോ ഈ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സിൽ സ്വംവിത്വ സ്കീമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ദ സ്വംവിത്വ സ്കീം എയിംസ് ടു പ്രൊവൈഡ് പ്രോപ്പർട്ടി ഓണർഷിപ്പ് റെക്കോർഡ്സ് ടു റൂറൽ ഹൗസ് ഹോൾഡ് ഓണേഴ്സ്. Option B, it involves the use of drone technology to map rural properties. Option C, the scheme is implemented only in the urban areas. And option D, Swamvitva scheme helps in reducing property disputes in villages. So Swamvitva scheme ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ദ സ്കീം ഈസ് ഇംപ്ലിമെന്റഡ് ഓൺലി ഇൻ ദി urban areas. സോ ഇതാണ് എന്ത് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഇനി സ്വംവിത്വ സ്കീമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില റിലേറ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് നോക്കാം. സോ അതിനു മുമ്പ് നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഒന്ന് അനലൈസ് ചെയ്യാം. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ദ സ്വംവിത്വ സ്കീം എയിംസ് ടു പ്രൊവൈഡ് പ്രോപ്പർട്ടി ഓണർഷിപ്പ് റെക്കോർഡ്സ് ടു റൂറൽ ഹൗസ് ഹോൾഡ് ഓണേഴ്സ്. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സോ ഇനി എന്താണ് സ്വംവിത്വ സ്കീം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് സർവേ ഓഫ് വില്ലേജസ്. So survey of villages and mapping. So survey of villages and mapping with improvised technology in village areas. With improvised technology in village areas. So ഇതാണ് എന്ത് സ്വംവിത്വ സ്കീമിന്റെ എക്സ്പാൻഷൻ. ആ ഒരു സ്വംവിത്വയുടെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഇതാണ്. ദാറ്റ് ഈസ് സർവേ ഓഫ് വില്ലേജസ് ആൻഡ് മാപ്പിംഗ് വിത്ത് ഇംപ്രൊവൈസ്ഡ് ടെക്നോളജി ഇൻ വില്ലേജ് ഏരിയാസ്. സോ സർവേ ഓഫ് വില്ലേജസ് ആൻഡ് മാപ്പിംഗ് വിത്ത് ഇംപ്രൊവൈസ്ഡ് ടെക്നോളജി ഇൻ വില്ലേജ് ഏരിയാസ്. സ്വംവിത്വ സർവേ ഓഫ് വില്ലേജസ് ആൻഡ് മാപ്പിംഗ് വിത്ത് ഇംപ്രൊവൈസ്ഡ് ടെക്നോളജി ഇൻ വില്ലേജ് ഏരിയാസ്. ഇതാണ് എന്ത് സ്വംവിത്വയുടെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. സോ ഈ സ്വംവിത്വ സ്കീം എന്ന് പറയുന്നത് 2020 എന്ത് ചെയ്യുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്യുന്നത്. സോ എന്നാണ് സ്വംവിത്വ സ്കീം ലോഞ്ച് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് ലോഞ്ച് ഇൻ 2020. 2020 എന്ത് ചെയ്യുന്നത് ഈ ഒരു സ്വംവിത്വ സ്കീം ലോഞ്ച് ചെയ്യുന്നത്. ആൻഡ് ഈ സ്വംവിത്വ സ്കീം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്യുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് റൂറൽ ഏരിയാസിലെ ഹൗസ് ഹോൾഡ് പ്രോപ്പർട്ടീസ് സർവേ ചെയ്യുക, അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സ്വംവിത്വ സ്കീം 2020 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു സ്വംവിത്വ സ്കീം എന്ന് പറയുന്നതാണ് ഒരു സെൻട്രൽ സെക്ടർ സ്കീമാണ്. സോ സ്വംവിത്വ സ്കീം ഈസ് എ സെൻട്രൽ സെക്ടർ സ്കീം. സോ സ്വംവിത്വ സ്കീം എന്ന് പറയുന്നതാണ് ഒരു സെൻട്രൽ സെക്ടർ സ്കീമാണ്. which means 100% ഫണ്ടിങ്ങും നടത്തുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. സോ സെൻട്രൽ ഗവൺമെന്റ് ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ 100% ഫണ്ടിങ്ങും ഈ ഒരു പ്ലാനിന് അല്ലെങ്കിൽ ഈ ഒരു സ്കീമിന് ആവശ്യമായിട്ടുള്ള 100% ഫണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്നതും ആര് തന്നെയാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെയാണ്. സോ ദിസ് ഇസ് എ സെൻട്രൽ സെക്ടർ സ്കീം. ആൻഡ് ഈ ഒരു സ്കീമിന്റെ നോഡൽ മിനിസ്ട്രി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് പഞ്ചായത്തി രാജ് ആണ്. സോ ദി നോഡൽ മിനിസ്ട്രി, ഈ ഒരു സ്കീമിന്റെ നോഡൽ മിനിസ്ട്രി എന്ന് പറയുന്നത് ഏതാണ്? മിനിസ്ട്രി ഓഫ് പഞ്ചായത്തി രാജ് ആണ്. സോ ദ മിനിസ്ട്രി ഓഫ് പഞ്ചായത്തി രാജ് ഇസ് എ നോഡൽ മിനിസ്ട്രി ഫോർ ദി സ്വംവിത്വ സ്കീം. മിനിസ്ട്രി ഓഫ് പഞ്ചായത്തി രാജ് ഇസ് ദി നോഡൽ മിനിസ്ട്രി ഫോർ ദി സ്വംവിത്വ സ്കീം. സോ മിനിസ്ട്രി ഓഫ് പഞ്ചായത്തി രാജ് ആണെന്ത് ഈ ഒരു സ്കീമിന്റെ നോഡൽ മിനിസ്ട്രി എന്ന് പറയുന്നത്. സോ എപ്പോഴും നിങ്ങൾ സ്കീമിനെ കുറിച്ച് പഠിക്കുമ്പോൾ ബേസിക് ആയിട്ട് 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്നാമത്തത് എന്നാണ് ഇത് ലോഞ്ച് ചെയ്തതെന്നുള്ള കാര്യം. രണ്ടാമത്തത് ഇത് ഏത് ടൈപ്പ് ഓഫ് സ്കീം ആണെന്നുള്ള കാര്യം. സെൻട്രൽ സെക്ടർ സ്കീം ആണോ സെൻട്രലി സ്പോൺസേർഡ് സ്കീം ആണെന്നുള്ള കാര്യം നോട്ട് ചെയ്യണം. സോ സെൻട്രൽ സെക്ടർ സ്കീമാണ് സ്വംവിത്വ സ്കീം എന്ന് പറയുന്നത്. വിച്ച് മീൻസ് 100% ഫണ്ടിങ്ങും പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓർ സെൻട്രൽ ഗവൺമെന്റ് ആണ് 100% ഫണ്ടിങ്ങും തരുന്നത്. ആൻഡ് ഈ സ്വംവിത്വ സ്കീമിന്റെ നോഡൽ മിനിസ്ട്രി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് പഞ്ചായത്തി രാജ് ആണ്. സോ മിനിസ്ട്രി ഓഫ് പഞ്ചായത്തി രാജിന്റെ അണ്ടറിലാണ് എന്തിരിക്കുന്നത് ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു സ്കീമിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? വില്ലേജ് ഏരിയാസിൽ, റൂറൽ ഏരിയാസിലുള്ള വില്ലേജസ് എന്ത് ചെയ്യുക, വില്ലേജസിലുള്ള ഹൗസ് ഹോൾഡ് പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യുക, മാപ്പ് ചെയ്യുക, സർവേ ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. അതുവഴി ആൾക്കാർക്ക്, റൂറൽ ഏരിയാസിലുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുക, ആ പ്രോപ്പർട്ടി ഡോക്യുമെന്റ്സ്
ഡോക്യുമെന്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്കീമിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. സോ അതുവഴി റൂറൽ ഏരിയാസിലുള്ള പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട്സ് എന്ത് ചെയ്യുക, പരിഹരിക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്വംവിത്വ സ്കീമിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ദ സ്വംവിത്വ സ്കീം എയിംസ് ടു പ്രൊവൈഡ് പ്രോപ്പർട്ടി ഓണർഷിപ്പ് റെക്കോർഡ്സ് ടു റൂറൽ ഹൗസ് ഹോൾഡ് ഓണേഴ്സ്. സോ റൂറൽ ഏരിയാസിലുള്ള പ്രോപ്പർട്ടി ഓണേഴ്സിന്, ഹൗസ് ഹോൾഡ് ഓണേഴ്സിന് എന്ത് ചെയ്യുക, പ്രോപ്പർ ഓണർഷിപ്പ് റെക്കോർഡ്സ് പ്രൊവൈഡ് ചെയ്യുക. അതായത് പ്രോപ്പർട്ടീസ് സർവേ ചെയ്യുകയും മാപ്പ് ചെയ്യുകയും വഴി ഓണേഴ്സിന് എന്ത് ചെയ്യുക, ഓണർഷിപ്പ് റെക്കോർഡ്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് സ്വംവിത്വ സ്കീമിന്റെ എയിം എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ഇറ്റ് ഇൻവോൾവ്സ് ദ യൂസ് ഓഫ് ഡ്രോൺ ടെക്നോളജി ടു മാപ്പ് റൂറൽ പ്രോപ്പർട്ടീസ്. സോ സ്വംവിത്വ സ്കീമിന്റെ ഈ ഒരു IT എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ഇംപ്രവൈസ് ടെക്നോളജി. സോ സ്വംവിത്വ സ്കീമിന്റെ മെയിൻ ഹൈലൈറ്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റൂറൽ പ്രോപ്പർട്ടീസ് മാപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് ഡ്രോൺ ടെക്നോളജിയാണ്. ഇതാണ് ഈ ഒരു സ്കീമിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സോ റൂറൽ പ്രോപ്പർട്ടീസ് മാപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഡ്രോൺ ടെക്നോളജി ആയിരിക്കും എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ദ സ്കീം ഈസ് ഇംപ്ലിമെന്റഡ് ഓൺലി ഇൻ ദി urban ഏരിയാസ്. സോ സ്വംവിത്വ സ്കീം എന്ന് പറയുന്നത് റൂറൽ ഏരിയാസിന് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സ്കീമാണെന്ത്, സ്വംവിത്വ സ്കീം എന്ന് പറയുന്നത്. സോ സ്വംവിത്വ സ്കീം എന്ന് പറയുന്നത് റൂറൽ ഏരിയാസിന് വേണ്ടിയിട്ടാണ് സ്പെസിഫിക്കലി ഡിസൈൻ ചെയ്തിരിക്കുന്നത്, urban ഏരിയാസിന് വേണ്ടിയിട്ടല്ല. സോ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ദി സ്കീം ഈസ് ഇംപ്ലിമെന്റഡ് ഓൺലി ഇൻ ദി urban ഏരിയാസ്. സോ സ്വംവിത്വ സ്കീം എന്ന് പറയുന്നത് റൂറൽ ഏരിയാസിന് വേണ്ടിയിട്ടുള്ള സ്കീമാണ്. സോ ഇതാണെന്ത്, ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ആൻഡ് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? സ്വംവിത്വ സ്കീം ഹെൽപ്സ് ഇൻ റെഡ്യൂസിംഗ് പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട്സ് ഇൻ വില്ലേജസ്. സോ സ്വംവിത്വ സ്കീമിൽ എന്താണ് ചെയ്യുന്നത്? മെയിൻ ആയിട്ട് ഡ്രോൺ ടെക്നോളജി അല്ലെങ്കിൽ ഇംപ്രവൈസ് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ലാൻഡ് മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതുവഴി വില്ലേജ് ഏരിയാസിലുള്ള പകുതി മുക്കാൽ ഡിസ്പ്യൂട്ട്സും പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ട് ഡിസ്പ്യൂട്ട്സ് എന്ത് ചെയ്യാൻ സാധിക്കും, സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് തേർഡ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. ദ സ്കീം ഈസ് ഇംപ്ലിമെന്റഡ് ഓൺലി ഇൻ ദ urban ഏരിയാസ്. ഇത് എന്തുകൊണ്ടാണ് തെറ്റായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു സ്കീം എന്ന് പറയുന്നത് റൂറൽ ഏരിയാസിന് വേണ്ടിയിട്ട് സ്പെസിഫിക്കലി ഡിസൈൻ ചെയ്തിരിക്കുന്ന സ്കീമാണ്. സോ അതാണെന്ത്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ ഇൻകറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. Next question. Who was the first woman to preside over the Indian National Congress? So Indian National Congressന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യത്തെ വുമൺ ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആനി ബെസന്റ്, ഓപ്ഷൻ ബി സരോജിനി നായിഡു, ഓപ്ഷൻ സി ഇന്ദിരാഗാന്ധി ആൻഡ് ഓപ്ഷൻ ഡി വിജയലക്ഷ്മി പണ്ഡിറ്റ്. സോ ഇവരിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഫസ്റ്റ് പ്രസിഡന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആനി ബെസന്റ്. സോ ആനി ബെസന്റ് ആണെന്ത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഫസ്റ്റ് വുമൺ പ്രസിഡന്റ്. സോ ദ ഫസ്റ്റ് വുമൺ പ്രസിഡന്റ്, ആദ്യത്തെ വനിതാ പ്രസിഡന്റ്. സോ ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ആനി ബെസന്റ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഫസ്റ്റ് ഫോറിൻ വുമൺ പ്രസിഡന്റ് ആര് തന്നെയാണ്? ആനി ബെസന്റ് തന്നെയാണ്. ഇനി ആനി ബെസന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്നത് 1917 വെച്ച് നടന്ന കൽക്കട്ട സെഷനിലാണ്. സോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കട്ട സെഷൻ ഓഫ് 1917 ആണ് എന്ത് ചെയ്യുന്നത്, ആനി ബെസന്റ് INCയുടെ പ്രസിഡന്റ് ആയിട്ട് ഇലക്ട് ചെയ്യപ്പെടുന്നത്. സോ ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആനി ബെസന്റ് ആണ്. ആൻഡ് 1917 കൽക്കട്ടയിൽ വെച്ച് നടന്ന സെഷനിലാണ് എന്ത് ചെയ്യുന്നത്, ആനി ബെസന്റ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്നത്. ഇനി ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ പ്രസിഡന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സരോജിനി നായിഡു ആണ്. സോ ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ പ്രസിഡന്റ് ഓഫ് INC. സോ ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ പ്രസിഡന്റ്. സോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ഇന്ത്യൻ വനിതാ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സരോജിനി നായിഡു ആണ്. സോ ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈസ് സരോജിനി നായിഡു. സോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ഇന്ത്യൻ വനിതാ പ്രസിഡന്റ് എന്ന് പറയുന്നത് സരോജിനി നായിഡു ആണ്. ആൻഡ് സരോജിനി നായിഡു 1925 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സെഷനിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ട് ഇലക്ട് ചെയ്യപ്പെടുന്നത്. ആൻഡ് സരോജിനി നായിഡുവിന് മറ്റൊരു ബഹുമതി കൂടിയുണ്ട്. അതായത് ഇൻഡിപെൻഡൻസിന് ശേഷം ഇന്ത്യയുടെ ഗവർണർ ആയിട്ടുള്ള ഫസ്റ്റ് വുമണും ആര് തന്നെയാണ്, സരോജിനി നായിഡു ആണ്. സോ ദ ഫസ്റ്റ് വുമൺ ഗവർണർ ഓഫ് ഇന്ത്യ. സോ ഇന്ത്യയിലെ ആദ്യത്തെ വുമൺ ഗവർണർ. സോ ദ ഫസ്റ്റ് വുമൺ ഗവർണർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതും ആര് തന്നെയാണ്, സരോജിനി നായിഡു തന്നെയാണ്. സോ ദ ഫസ്റ്റ്
വുമൺ ഗവർണർ ഓഫ് ഇന്ത്യ. സോ ഇന്ത്യയിലെ ആദ്യത്തെ വുമൺ ഗവർണർ എന്ന് പറയുന്നതും സരോജിനി നായിഡു ആണ്. ഇന്ത്യക്ക് 1947 ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം ഉത്തർപ്രദേശിന്റെ ഗവർണറായിട്ടാണ് എന്ത് ചെയ്യുന്നത്, UPയുടെ ഗവർണറായിട്ടാണ് എന്ത് ചെയ്യുന്നത്, സരോജിനി നായിഡുവിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. സോ ദ ഫസ്റ്റ് വുമൺ ഗവർണർ ഓഫ് ഇന്ത്യ. സോ ഇന്ത്യയിലെ ആദ്യത്തെ വുമൺ ഗവർണറും സരോജിനി നായിഡു ആണ്. UPയുടെ ഗവർണറായിട്ടാണ് എന്ത് ചെയ്യുന്നത്, 1947 ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം സരോജിനി നായിഡുവിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. So next question, which of the following is not allowed under the Citizenship Act of 1955? So 1955 സിറ്റിസൺഷിപ്പ് ആക്ടിന്റെ അണ്ടറിൽ ഏതാണ് അലൗഡ് അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത്, ഓപ്ഷൻ ബി സിറ്റിസൺഷിപ്പ് ബൈ ഡിസെന്റ്, ഓപ്ഷൻ സി സിറ്റിസൺഷിപ്പ് ബൈ രജിസ്ട്രേഷൻ ആൻഡ് ഓപ്ഷൻ ഡി സിറ്റിസൺഷിപ്പ് ബൈ ഓണിംഗ് പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ. So which of the following is not allowed under the Citizenship Act of 1955? So correct answer എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, that is citizenship by owning property in India. സോ സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955 എന്ന് പറയുന്നത് ഇന്ത്യയിൽ എങ്ങനെ സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യാം, എങ്ങനെയൊക്കെ സിറ്റിസൺഷിപ്പ് ടെർമിനേറ്റ് ചെയ്യപ്പെടാം എന്നുള്ള ഡീറ്റെയിൽഡ് പ്രൊവിഷൻസ് തരുന്ന ഒരു ആക്ട് ആണെന്ത്, സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955 എന്ന് പറയുന്നത്. സോ സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955 പ്രകാരം 5 രീതിയിൽ എന്ത് ചെയ്യാൻ സാധിക്കും, സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 5 വേസിൽ സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955 പ്രകാരം സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യാം. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത്. സോ ബൈ ബർത്ത് സിറ്റിസൺഷിപ്പ് കിട്ടാം, ബൈ ഡിസെന്റ് സിറ്റിസൺഷിപ്പ് കിട്ടാം, ബൈ രജിസ്ട്രേഷൻ സിറ്റിസൺഷിപ്പ് കിട്ടാം, അതുകൂടാതെ ബൈ നാച്ചുറലൈസേഷൻ. സോ നാച്ചുറലൈസേഷൻ വഴി എന്ത് ചെയ്യാൻ സാധിക്കും, സിറ്റിസൺഷിപ്പ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൂടാതെ ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് എ ടെറിട്ടറി. സോ ഇന്ത്യൻ ഗവൺമെന്റ് ഏതെങ്കിലും ഒരു ടെറിട്ടറി ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് എ ടെറിട്ടറി, സോ ആ ടെറിട്ടറിയുടെ ഇൻകോർപ്പറേഷൻ വഴിയും എന്ത് ചെയ്യാൻ സാധിക്കും, അവിടെ ഉള്ളവർക്ക് സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ 5 മെത്തേഡ്സ് വഴിയാണ് സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955 പറയുന്നത് പ്രകാരം ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ലഭിക്കുക. സോ സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955 അനുസരിച്ച് 5 രീതിയിൽ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യാം. ബൈ ബർത്ത് അക്വയർ ചെയ്യാം, ബൈ ഡിസെന്റ് അക്വയർ ചെയ്യാം, ബൈ രജിസ്ട്രേഷൻ അക്വയർ ചെയ്യാം, ബൈ നാച്ചുറലൈസേഷൻ അക്വയർ ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് എ ടെറിട്ടറി. സോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു ടെറിട്ടറി ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ ബൈ ഇൻകോർപ്പറേഷൻ എന്ത് ചെയ്യാൻ സാധിക്കും, അവിടെയുള്ള ആളുകൾക്ക് ഇന്ത്യൻ ഗവൺമെന്റിന് സിറ്റിസൺഷിപ്പ് കൊടുക്കാനായിട്ട് സാധിക്കും. അതാണെന്ത്, ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് എ ടെറിട്ടറി എന്ന് പറയുന്നത്. സോ ഈ 5 വേസിലാണ് എന്ത് ചെയ്യുന്നത്, സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955 പ്രകാരം ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ ഈ ഒരു പ്രോസസ്സ് വഴി എന്ത് ചെയ്യാൻ സാധിക്കില്ല, സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ ഇന്ത്യയിൽ പ്രോപ്പർട്ടി കൈവശം വെച്ചു എന്നുള്ള കണ്ടീഷനിൽ ഗ്രൗണ്ടിൽ എന്ത് ചെയ്യാൻ സാധിക്കില്ല, സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി ഈ ഒരു സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955 ഇതുവരെ 6 തവണ എന്ത് ചെയ്തിട്ടുണ്ട്, അമെൻഡ് ചെയ്തിട്ടുണ്ട്. സോ സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955 ഇതുവരെ 6 തവണയാണ് അമെൻഡ് ചെയ്തിരിക്കുന്നത്. സോ ഏതൊക്കെ വർഷങ്ങളിലാണ് അമെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1986. സോ 1986 അമെൻഡ് ചെയ്തു, 1992 അമെൻഡ് ചെയ്തു, 2003 അമെൻഡ് ചെയ്തു, 2005 അമെൻഡ് ചെയ്തു, 2015 അമെൻഡ് ചെയ്തു ആൻഡ് 2019 എന്ത് ചെയ്തു, അമെൻഡ് ചെയ്തു. സോ ഇത്രയും ടൈംസ്, സോ 6 ടൈംസ് ആണ് എന്ത് ചെയ്തത്, സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955 അമെൻഡ് ചെയ്തിരിക്കുന്നത്. 1986, 1992, 2003, 2005, 2015 and 2019. So 6 times, 1, 2, 3, 4, 5, 6. 6 ടൈംസ് എന്ത് ചെയ്തിട്ടുണ്ട്, സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955 അമെൻഡ് ചെയ്തിട്ടുണ്ട്. So next question, which of the following was final court of appeal for India under the British rule? So British rule ഇന്ത്യയിലെ ഫൈനൽ കോർട്ട് ഓഫ് അപ്പീൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ബി പ്രൈവി കൗൺസിൽ ഇൻ ലണ്ടൻ, ഓപ്ഷൻ സി ഹൈക്കോർട്ട് ഓഫ് കൽക്കട്ട, ഓപ്ഷൻ ഡി ഫെഡറൽ കോർട്ട് ഓഫ് ഇന്ത്യ. സോ ബ്രിട്ടീഷ് റൂളിന്റെ അണ്ടറിൽ ഇന്ത്യയിലെ ഹയസ്റ്റ് കോർട്ട് ഓഫ് അപ്പീൽ ഏതായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് പ്രിവി കൗൺസിൽ ഇൻ ലണ്ടൻ. സോ ലണ്ടനിലുള്ള പ്രൈവി കൗൺസിൽ ആണെന്ത്, ഇൻ ബ്രിട്ടീഷ് റൂളിന്റെ ടൈമിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഹയസ്റ്റ് കോർട്ട് ഓഫ് അപ്പീൽ എന്ന് പറയുന്നത്. ഇനി 28 ജനുവരി 1950 സോ കോൺസ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിൽ വന്ന്
28 ജനുവരി 1950 എന്ത് ചെയ്തു? സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഇനാഗുറേറ്റ് ചെയ്യപ്പെട്ടു. സോ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ ഇനാഗുറേഷൻ നടന്ന ഡേറ്റ് എന്ന് പറയുന്നത് 28 ജനുവരി 1950 ആണ്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിൽ വന്ന് 2 ദിവസത്തിന് ശേഷം എന്ത് ചെയ്തു? സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഇനാഗുറേറ്റ് ചെയ്യപ്പെട്ടു. ആൻഡ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ ഇനാഗുറേഷന് ശേഷം സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തു? ഫെഡറൽ കോർട്ട് ഓഫ് ഇന്ത്യയെ റീപ്ലേസ് ചെയ്തു. സോ ദ ഫെഡറൽ കോർട്ട് ഓഫ് ഇന്ത്യ, സോ ബ്രിട്ടീഷ് ടൈമിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ഫെഡറൽ കോർട്ട് ഓഫ് ഇന്ത്യ, കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. സോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഒരു ഫെഡറൽ കോർട്ട് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നു. ഈ ഫെഡറൽ കോർട്ട് ഓഫ് ഇന്ത്യയെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ വരുന്നത്. സോ 28 ജനുവരി 1950 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിരുന്ന ഫെഡറൽ കോർട്ട് ഓഫ് ഇന്ത്യയെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ വരുന്നത്. ആൻഡ് സുപ്രീം കോർട്ട് ഫെഡറൽ കോർട്ടിനെ മാത്രമല്ല റീപ്ലേസ് ചെയ്തത്, പ്രൈവി കൗൺസിലിനെ എന്ത് ചെയ്തു? റീപ്ലേസ് ചെയ്തു. സോ 28 ജനുവരി 1950 സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തു? സോ ഫെഡറൽ കോർട്ട് ഓഫ് ഇന്ത്യയെ മാത്രമല്ല റീപ്ലേസ് ചെയ്ത്, പകരം പ്രൈവി കൗൺസിലിനെ കൂടി എന്ത് ചെയ്തു? റീപ്ലേസ് ചെയ്തു ആസ് എ ഹയസ്റ്റ് കോർട്ട് ഓഫ് അപ്പീൽ. സോ അതുവരെ ഹയസ്റ്റ് കോർട്ട് ഓഫ് അപ്പീൽ, ഇന്ത്യയിലെ ഹയസ്റ്റ് കോർട്ട് ഓഫ് അപ്പീൽ എന്ന് പറയുന്നത് പ്രൈവി കൗൺസിൽ ആയിരുന്നു. സോ ലണ്ടനിലുണ്ടായിരുന്ന പ്രൈവി കൗൺസിൽ ആയിരുന്നു ഹയസ്റ്റ് കോർട്ട് ഓഫ് അപ്പീൽ എന്ന് പറയുന്നത്. എന്നാൽ 28 ജനുവരി 1950 സുപ്രീം കോർട്ട് എക്സിസ്റ്റൻസിലേക്ക് വന്നപ്പോൾ പ്രൈവി കൗൺസിലിനെ എന്ത് ചെയ്തു? സുപ്രീം കോർട്ട് റീപ്ലേസ് ചെയ്തു ആസ് എ ഹയസ്റ്റ് കോർട്ട് ഓഫ് അപ്പീൽ. സോ കറന്റ്ലി നമ്മുടെ ഇന്ത്യയിലുള്ള ഹയസ്റ്റ് കോർട്ട് ഓഫ് അപ്പീൽ എന്ന് പറയുന്നത് സുപ്രീം കോർട്ടാണ്. സോ ബ്രിട്ടീഷ് ടൈമിൽ പ്രൈവി കൗൺസിൽ ആയിരുന്നു ഹയസ്റ്റ് കോർട്ട് ഓഫ് അപ്പീൽ. ബട്ട് 28 ജനുവരി 1950 ഈ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ ഇനാഗുറേഷന് ശേഷം എന്ത് ചെയ്തു? സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ പ്രൈവി കൗൺസിലിനെ റീപ്ലേസ് ചെയ്തു ആസ് എ ഹയസ്റ്റ് കോർട്ട് ഓഫ് അപ്പീൽ. സോ നെക്സ്റ്റ് ഇയേഴ്സിലേക്കുള്ള റെയിൽവേ എക്സാംസിന് വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ദിശ അക്കാഡമി റെയിൽവേയുടെ ഏറ്റവും പുതിയ റെയിൽവേ കംപ്ലീറ്റ് കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു റെയിൽവേ കംപ്ലീറ്റ് കോഴ്സിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ദിശ അക്കാഡമിയുടെ തന്നെ പ്രിന്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പേഴ്സണൽ മെന്റർഷിപ്പ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ആൻഡ് തേർഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? നിങ്ങളുടെ ക്ലാസ്സസ് ഹാൻഡിൽ ചെയ്യുന്നത്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഫർദർ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. കോൺടാക്ട് നമ്പർ എന്ന് പറയുന്നത് 8075753676. സോ ഇതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ്. ഫർദർ ഡീറ്റെയിൽസ് ഈ ഒരു നമ്പറിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ജോയിൻ ചെയ്യാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, foreign direct investment FDI is a key aspect of globalization. What is a major benefit of FDI for developing countries like India? So globalization ഒരു key aspect ആണെന്ത്? foreign direct investment or FDI എന്ന് പറയുന്നത്. ആൻഡ് ഈ FDI കൊണ്ട് ഡെവലപ്പിംഗ് കൺട്രീസ് ആയിട്ടുള്ള ഇന്ത്യക്ക് ഉള്ള യൂസ് എന്താണ്? സോ ഇന്ത്യയെ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസിന് ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Option A, it reduces the need for exports. Option B, it increases the dependence on foreign aid. Option C, it brings capital, technology and create jobs. Option D, it leads to complete government control of industries. So എന്താണ് FDI കൊണ്ട് ഇന്ത്യയെ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസിനുള്ള ബെനിഫിറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ബ്രിങ്സ് ക്യാപിറ്റൽ, ടെക്നോളജി ആൻഡ് ക്രിയേറ്റ് ജോബ്സ്. ഇനി എന്താണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്? സോ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതായത് നമ്മുടെ എക്സ്റ്റേണൽ സെക്ടറിലേക്ക് വരുന്ന ഫോറിൻ എക്സ്ചേഞ്ചിന്റെ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണെന്ത്? ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു അമേരിക്കൻ കമ്പനി, സേ ഫോർ എക്സാമ്പിൾ ആപ്പിൾ. സോ ആപ്പിള് ഇന്ത്യയിലേക്ക് വരുന്നു. ആൻഡ് ഇന്ത്യയിൽ എന്ത് ചെയ്യണം? ആപ്പിളിന് ഒരു കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യണം. സോ ആപ്പിൾ എന്നുള്ള ഒരു US കമ്പനി എന്ത് ചെയ്യുന്നു? ഇന്ത്യയിലേക്ക് വരുന്നു. ആൻഡ് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നു? അവരൊരു സബ്സിഡറി കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു കമ്പനിയായിട്ട് ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ജോയിന്റ് വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യുന്നു. സോ അതുവഴി അവരെന്ത് ചെയ്യുന്നു? ഇന്ത്യയിലേക്ക് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു. അതായത് ഫോറിൻ എക്സ്ചേഞ്ചിന്റെ ഓർ ഫോറിൻ കറൻസീസിന്റെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു. ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് മാത്രമല്ല, ഫോറിൻ എക്സ്ചേഞ്ച് മാത്രമല്ല ആ സമയത്ത് ഇന്ത്യയിലേക്ക് വരുന്നത്, മറിച്ച് ആപ്പിളിന്റെ തന്നെ ടെക്നോളജി വരുന്നുണ്ട്, പ്രൊഡക്റ്റ് ലൈൻ വരുന്നുണ്ട്, മാനേജ്മെന്റ് വരുന്നുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്.
സോ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ്. സോ ഈ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് വഴി ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫോറിൻ എക്സ്ചേഞ്ചസ് വരുന്നുണ്ട്. സോ ഫോറിൻ കറൻസീസിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഇതേ കമ്പനീസിന്റെ ടെക്നോളജി വരുന്നുണ്ട്, പ്രൊഡക്റ്റ് ലൈൻ വരുന്നുണ്ട്, മാനേജ്മെന്റ് വരുന്നുണ്ട്. അങ്ങനെ ഈ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ഇൻ ഷോർട്ട് ആയിട്ട് പറഞ്ഞാൽ ഒരു ഫോറിൻ കമ്പനി ഇന്ത്യയിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഒരു സബ്സിഡറി കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു. ഇങ്ങനെ ഒരു സബ്സിഡറി കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് വഴി ഇന്ത്യയിലേക്ക് ഫോറിൻ എക്സ്ചേഞ്ച് വരുന്നു. അത് കൂടാതെ ഈ ഒരു കമ്പനിയുടെ ടെക്നോളജി വരുന്നു, പ്രൊഡക്റ്റ് ലൈൻ വരുന്നു, മാനേജ്മെന്റ് വരുന്നു, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, ഇന്ത്യയിലേക്ക് വരുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. ആൻഡ് ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് ക്യാപിറ്റൽ വരും, അതായത് ഫോറിൻ എക്സ്ചേഞ്ച് വരും. അത് കൂടാതെ ആ ഒരു കമ്പനിയുടെ ടെക്നോളജി വരുന്നുണ്ട്. ആൻഡ് ഈ ഒരു കമ്പനി ഇവിടെ ഒരു പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് മൂലം ഇവിടെ ജോബ്സും എന്ത് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോ ഇതാണ് FDI കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. സോ ക്യാപിറ്റൽ, ഫോറിൻ എക്സ്ചേഞ്ച് മാത്രമല്ല ഇന്ത്യയിലേക്ക് വരുന്നത്, മറിച്ച് അവരുടെ ടെക്നോളജി വരുന്നുണ്ട്. ആൻഡ് അവരിവിടെ പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് അതുവഴി എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിലുള്ള ഇന്ത്യൻസിന് ജോബ്സും ലഭിക്കുന്നുണ്ട്. ഇതാണെന്ത്, FDI കൊണ്ടുള്ള മേജർ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. So next question, which of the following is an indirect tax levied in India? സോ ഈ 4 ഓപ്ഷൻസിൽ ഏതാണ് ഇന്ത്യയിൽ ലെവി ചെയ്യുന്ന ഇൻഡയറക്ട് ടാക്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഇൻകം ടാക്സ്, ഓപ്ഷൻ ബി ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, ഓപ്ഷൻ സി വെൽത്ത് ടാക്സ് ആൻഡ് ഓപ്ഷൻ ഡി ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ്. സോ ഇന്ത്യയിൽ ലെവി ചെയ്യുന്ന ഇൻഡയറക്ട് ടാക്സ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് GST ആണ്, ദാറ്റ് ഈസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ഇനി ടാക്സസ് തന്നെ 2 കാറ്റഗറി ഉണ്ട്. സോ ടാക്സസിനെ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് ജനറലി 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഫസ്റ്റ് വൺ ആണെന്ത്, ഡയറക്ട് ടാക്സ് എന്ന് പറയുന്നത്. സോ ടാക്സസ് ക്യാൻ ബി ജനറലി ക്ലാസിഫൈഡ് ഇൻടു 2. ഫസ്റ്റ് വൺ ഈസ് ഡയറക്ട് ടാക്സ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഇൻഡയറക്ട് ടാക്സ്. ഇനി എന്താണ് ഡയറക്ട് ടാക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരുടെ മുകളിലാണോ ഈ ഒരു ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത് അയാൾ തന്നെ ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റ് ഈ ടാക്സ് പേ ചെയ്യുകയാണെങ്കിൽ ആ ടാക്സിനെ വിളിക്കുന്ന പേരാണെന്ത്, ഡയറക്ട് ടാക്സ്. ഫോർ എക്സാമ്പിൾ ഇൻകം ടാക്സ്. സോ പേഴ്സണൽ ഇൻകം ടാക്സ്. സോ നിങ്ങളുടെ ഇൻകം ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് ഇയർലി കിട്ടുന്ന, ആനുവലി കിട്ടുന്ന ഇൻകം ഒരു സ്പെസിഫിക് ലിമിറ്റ് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഗവൺമെന്റിന് ടാക്സ് പേ ചെയ്യേണ്ടി വരും. സോ നിങ്ങളുടെ മുകളിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഗവൺമെന്റ് ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത്. ആൻഡ് നിങ്ങൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടാക്സ് ഡയറക്ട്ലി ഗവൺമെന്റ് അടയ്ക്കുന്നത്, അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അടയ്ക്കുന്നത്. സോ നിങ്ങളുടെ മുകളിലാണ് ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത്. ആൻഡ് നിങ്ങൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടാക്സ് ഗവൺമെന്റിന് പേ ചെയ്യുന്നത്. സോ അതിനെ വിളിക്കുന്ന പേരാണെന്ത്, ഡയറക്ട് ടാക്സ്. ഇനി ഇൻഡയറക്ട് ടാക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ആരുടെ മുകളിലാണോ ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത് അയാളല്ല പേ ചെയ്യുന്നത്, മറിച്ച് മറ്റൊരാളാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നു, ഫുഡ് കഴിക്കുന്നു. സോ ബില്ല് വരുമ്പോൾ അതിനകത്ത് എന്ത് കാണും, GST കൂടി കാണും. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിന്റെ GST റേറ്റ് കൂടി കാണും. സോ ആ GST നിങ്ങൾ ആർക്കാണ് പേ ചെയ്യുന്നത്, ആ ഒരു ഷോപ്പ് കീപ്പർക്കാണ് പേ ചെയ്യുന്നത്. ആൻഡ് ഷോപ്പ് കീപ്പർ ആണ് എന്ത് ചെയ്യുന്നത്, പിന്നീട് അത് ഗവൺമെന്റിന് പേ ചെയ്യുന്നത്. സോ GST ഇമ്പോസ് ചെയ്ത് നിങ്ങളുടെ മുകളിലാണ്, ബട്ട് ആ ഒരു GST കളക്ട് ചെയ്യപ്പെടുന്നത് സെല്ലറിന്റെ കയ്യിൽ നിന്നാണ്. അതായത് ഇൻഡയറക്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടാക്സ് കളക്ട് ചെയ്യപ്പെടുന്നത്. സോ ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്, ഇൻഡയറക്റ്റ് ടാക്സ്. സോ ഇമ്പോസ് ചെയ്ത് കസ്റ്റമേഴ്സിന്റെ മുകളിലാണ്, ബട്ട് ടാക്സ് കളക്ട് ചെയ്യപ്പെടുന്നത് സെല്ലേഴ്സിന്റെ കയ്യിൽ നിന്നാണ്. സോ ഡയറക്റ്റ് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്നുള്ള GST കളക്ട് ചെയ്യുന്നത്, മറിച്ച് സെല്ലേഴ്സിന്റെ കയ്യിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, GST കളക്ട് ചെയ്യുന്നത്. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്, ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. സോ ജനറലി ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മുകളിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇമ്പോസ് ചെയ്യുന്നത്. സോ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മുകളിലാണ് ജനറലി എന്ത് ചെയ്യുന്നത്, ഇൻഡയറക്റ്റ് ടാക്സസ് ഇമ്പോസ് ചെയ്യുന്നത്. സോ ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സ് പേ ചെയ്യുന്നത് കസ്റ്റമേഴ്സ് ആയിരിക്കും, ബട്ട് കളക്ട് ചെയ്യപ്പെടുന്നത് സെല്ലേഴ്സിന്റെ കയ്യിൽ നിന്നായിരിക്കും. സോ അതാണെന്ത്, ഇൻഡയറക്റ്റ് ടാക്സ്. ഇനി ഇന്ത്യയിൽ ലെവി ചെയ്യുന്ന ഇൻഡയറക്റ്റ് ടാക്സ് ഏതാണെന്നാണ് ചോദിച്ചത്. സോ എക്സാമ്പിൾ ആണെന്ത്, സോ അതിന്റെ ആൻസർ ആണെന്ത്, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഓർ GST. ബാക്കി 3 ടാക്സസ് എന്താണ്, ഡയറക്റ്റ് ടാക്സ് ആണ്. സോ ഇൻകം ടാക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങളുടെ ഇൻകത്തിന്റെ മുകളിൽ ഗവൺമെന്റ് ചാർജ് ചെയ്യുന്ന ടാക്സ് ആണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. സോ വെൽത്ത് ടാക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങളുടെ ഇൻകം ഒരു പെർട്ടിക്കുലർ, നിങ്ങളുടെ ഇയർലി ഇൻകം ഓർ ആനുവൽ ഇൻകം ഒരു പെർട്ടിക്കുലർ ലിമിറ്റ് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സോഴ്സിൽ നിന്നുള്ള ഇൻകം അല്ലെങ്കിൽ നിങ്ങളുടെ നെറ്റ് വെൽത്തിന്റെ മുകളിൽ ടാക്സ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് ആണെന്ത്, വെൽത്ത് ടാക്സ്.
സോ ഒരു ഇൻഡിവിജ്വലിന്റെ അല്ലെങ്കിൽ കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ മുകളിൽ അവരുടെ നെറ്റ് അസറ്റ്സ് അല്ലെങ്കിൽ വെൽത്തിന്റെ മുകളിൽ ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് ആണ് എന്ത് വെൽത്ത് ടാക്സ് എന്ന് പറയുന്നത്. സോ വെൽത്ത് ടാക്സ് എന്ന് പറയുന്നത് 1957 എന്ത് ചെയ്യുന്നത് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് 2015 എന്ത് ചെയ്തു ഈ ഒരു വെൽത്ത് ടാക്സ് അബോളിഷ് ചെയ്തു. സോ വെൽത്ത് ടാക്സ് ചാർജ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോ ഒരു ഇൻഡിവിജ്വലിന്റെ അല്ലെങ്കിൽ കമ്പനിയുടെയോ ഓർ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെയോ ആനുവൽ വെൽത്ത് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആനുവൽ അസറ്റ്സ് എന്ന് പറയുന്നത് 30 lakhs മുകളിലാണെങ്കിൽ അവരെന്ത് ചെയ്യേണ്ടി വരും ഈ നെറ്റ് വെൽത്തിന്റെ 1% വെൽത്ത് ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടി വരും. സോ 1957 വെൽത്ത് ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ബട്ട് 2015 എന്ത് ചെയ്തു ഈ ഒരു വെൽത്ത് ടാക്സ് അബോളിഷ് ചെയ്തു. ആൻഡ് ഈ വെൽത്ത് ടാക്സിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് എന്ത് വന്നു ഹൈ ഇൻകം സർചാർജ് വന്നു. സോ ഹൈ ഇൻകം സർചാർജ് ആണ് ഈ ഒരു വെൽത്ത് ടാക്സിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നത്. സോ 2015 എന്ത് ചെയ്തു ഇന്ത്യയിൽ വെൽത്ത് ടാക്സ് അബോളിഷ് ചെയ്തു. ആൻഡ് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് എന്ത് തന്നെയാണ് ഡയറക്റ്റ് ടാക്സ് തന്നെയാണ്, ഇൻഡയറക്റ്റ് ടാക്സ് അല്ല. സോ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ഇതിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് മാത്രമാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the red shirt movement also known as Khudai Khidmat Gar. So the red shirt movement also known as Khudai Khidmat Gar was led by which Indian freedom fighter in the Northwest Frontier Province? ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ പ്രൊവിൻസിൽ റെഡ് ഷർട്ട് മൂവ്മെന്റ് ഓർ ഖുദായ് ഖിദ്മത് ഗാർ എന്നുള്ള മൂവ്മെന്റ് ലീഡ് ചെയ്തത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഭഗത് സിംഗ്, ഓപ്ഷൻ ബി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, ഓപ്ഷൻ സി സർദാർ വല്ലഭായ് പട്ടേൽ ആൻഡ് ഓപ്ഷൻ ഡി മൗലാന അബുൽ കലാം ആസാദ്. So who led the red shirt movement or the Khudai Khidmat Gar movement in the northwest frontier province of India? So correct answer എന്ന് പറയുന്നത് it was ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. സോ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ് എന്ത് ചെയ്യുന്നത് നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ പ്രൊവിൻസിൽ ഈ ഒരു റെഡ് ഷർട്ട് മൂവ്മെന്റ് എന്നുള്ള ഈ ഒരു മൂവ്മെന്റ് എന്ത് ചെയ്യുന്നത് ലീഡ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു റെഡ് ഷർട്ട് മൂവ്മെന്റ് എന്ന് പറയുന്നത് 1930-1931. സോ 1930 to 1931 പീരീഡിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു റെഡ് ഷർട്ട് മൂവ്മെന്റ് ലോഞ്ച് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു റെഡ് ഷർട്ട് മൂവ്മെന്റ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ലോഞ്ച് ചെയ്യുന്നത് ബേസിക്കലി സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. ടു സപ്പോർട്ട് ദി CDM സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്. സോ മഹാത്മാഗാന്ധി ലോഞ്ച് ചെയ്ത സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ 1930-31 ലോഞ്ച് ചെയ്ത ഒരു നോൺ വയലന്റ് മൂവ്മെന്റ്. സോ ഒരു നോൺ വയലന്റ് മൂവ്മെന്റ് ആയിരുന്നു എന്ത് ഈ ഒരു ഖുദായ് ഖിദ്മത് ഗാർ അല്ലെങ്കിൽ റെഡ് ഷർട്ട് മൂവ്മെന്റ് എന്ന് പറയുന്നത്. സോ ദിസ് വാസ് ബേസിക്കലി എ നോൺ വയലന്റ് മൂവ്മെന്റ്. സോ നോൺ വയലൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു എന്ത് ഈ ഒരു റെഡ് ഷർട്ട് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനെ മറ്റൊരു പേര് വിളിക്കാറുണ്ട്, ദാറ്റ് ഈസ് ഫ്രണ്ടിയർ ഗാന്ധി. സോ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനെ ഫ്രണ്ടിയർ ഗാന്ധി എന്ന് എന്ത് ചെയ്യാറുണ്ട് വിളിക്കാറുണ്ട്. സോ മഹാത്മാഗാന്ധിയുടെ ഫുട് സ്റ്റെപ്സ് ഫോളോ ചെയ്തുകൊണ്ട് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1930-31 പീരീഡിൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ പ്രൊവിൻസിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു നോൺ വയലന്റ് മൂവ്മെന്റ് ആണെന്ത് റെഡ് ഷർട്ട് മൂവ്മെന്റ് അല്ലെങ്കിൽ ഖുദായ് ഖിദ്മത് ഗാർ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു മൂവ്മെന്റ് സോ നോൺ വയലൻസിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ഈ ഒരു മൂവ്മെന്റ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ കൊണ്ടുപോയിരുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനെ ഫ്രണ്ടിയർ ഗാന്ധി എന്ന് എന്ത് ചെയ്യാറുണ്ട് വിളിക്കാറുണ്ട്. സോ നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ പ്രൊവിൻസിന്റെ ഫ്രണ്ടിയർ. സോ ഫ്രണ്ടിയർ ഗാന്ധി എന്ന് എന്ത് ചെയ്യാറുണ്ട് ഖാൻ അബ്ദുൽ ഗാഫർ ഖാനെ വിളിക്കാറുണ്ട്. ആൻഡ് ഈ ഖുദായ് ഖിദ്മത് ഗാർ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു പേർഷ്യൻ ടേം ആണ്. സോ ഈ ഖുദായ് ഖിദ്മത് ഗാർ എന്ന് പറയുന്നത് ഒരു പേർഷ്യൻ വേർഡ് ആണ്. ആൻഡ് ഈ ഒരു പേർഷ്യൻ വേർഡിന്റെ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത് സെർവൻസ് ഓഫ് ഗോഡ് എന്നാണ്. സെർവന്റ് ഓഫ് ഗോഡ്. സോ ദൈവത്തിന്റെ സെർവന്റ് എന്നുള്ളതാണ് എന്ത് ഈ ഒരു ഖുദായ് ഖിദ്മത് ഗാസിന്റെ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത്. സോ ഖുദായ് ഖിദ്മത് ഗാസ് എന്ന് പറയുന്നത് ഒരു പേർഷ്യൻ വേർഡ് ആണ്. ആൻഡ് ഈ ഒരു പേർഷ്യൻ വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത് സെർവന്റ് ഓഫ് ഗോഡ് എന്നാണ്. സോ ഇതാണ് എന്ത് റെഡ് ഷർട്ട് മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ട്സ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following statements regarding the industrial sector in India post the launch of new economic policy of 1991 is or are not correct? So 1991 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന ന്യൂ എക്കോണമിക് പോളിസി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ് കണക്റ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. 3 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഈ 3 സ്റ്റേറ്റ്മെന്റ്സിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകറക്റ്റ് അല്ലെങ്കിൽ നോട്ട് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
സോ 1991 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന ന്യൂ എക്കോണമിക് പോളിസി ആയിട്ട് ബന്ധപ്പെട്ട് ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിലുള്ള ഈ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ 3 സ്റ്റേറ്റ്മെന്റ്സിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് compulsory licensing on several industries was abolished. Second statement, many industries that were only reserved for the government were de-reserved. And statement 3, there was quota and price control for all the goods and services produced in the industrial sector. So ഈ 3 സ്റ്റേറ്റ്മെന്റ്സിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ എ only 1, ഓപ്ഷൻ ബി only 3, ഓപ്ഷൻ സി 1 and 2, ഓപ്ഷൻ ഡി 2 and 3. സോ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എന്ത് ചെയ്യാം, ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? കമ്പൽസറി ലൈസൻസിങ് ഓൺ സെവറൽ ഇൻഡസ്ട്രീസ് വാസ് അബോളിഷ്ഡ്. സോ പല ഇൻഡസ്ട്രീസിന്റെ മുകളിലും ഉണ്ടായിരുന്ന കമ്പൽസറി ലൈസൻസിങ് എന്ത് ചെയ്തു? അബോളിഷ് ചെയ്തു. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സോ 1991 ന്യൂ എക്കോണമിക് പോളിസി വരുന്നത് വരെ പല സെക്ടേഴ്സിലും പല ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിലും ലൈസൻസ് ഒബ്റ്റെയിൻ ചെയ്യുക എന്നുള്ളത് കമ്പൽസറി ആയിരുന്നു. ബട്ട് ന്യൂ എക്കോണമിക് പോളിസി ഓഫ് 1991 എന്ത് ചെയ്തു? ഈ ലൈസൻസിങ് ക്രൈറ്റീരിയ എടുത്തു കളഞ്ഞു. സോ 4 സെക്ടേഴ്സിന് മാത്രം. സോ കറന്റ്ലി ഈ ന്യൂ എക്കോണമിക് പോളിസി ഓഫ് 1991 ശേഷം 4 ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിന് മാത്രമാണ് എന്തിന്റെ ആവശ്യമുള്ളത്? ഈ ഒരു കമ്പൽസറി ലൈസൻസിങ്ങിന്റെ ആവശ്യം ഉള്ളത്. സോ ബാക്കിയുള്ള സെക്ടേഴ്സിന്റെ എല്ലാം, ബാക്കിയുള്ള ഇൻഡസ്ട്രീസിന്റെ എല്ലാം ഈ ഒരു കമ്പൽസറി ലൈസൻസിങ് ക്രൈറ്റീരിയ എന്ത് ചെയ്തു? എടുത്തു കളഞ്ഞു. സോ മെയിൻലി ഈ 4 സെക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫൻസ് എക്യുപ്മെന്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ എക്സ്പ്ലോസീവ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് സിഗേഴ്സ് ആൻഡ് ടൊബാക്കോ പ്രൊഡക്ട്സ്. സോ സിഗരറ്റ്സിന്റെയും ടൊബാക്കോ പ്രൊഡക്ട്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രീസിന് എന്ത് വേണം? ഈ ഒരു കമ്പൽസറി ലൈസൻസിങ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ചില ഹസാഡസ് കെമിക്കൽസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രീസിന് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ലൈസൻസിങ് കമ്പൽസറി ആണ്. സോ ന്യൂ എക്കോണമിക് പോളിസി ഓഫ് 1991 ശേഷം 4 ഇൻഡസ്ട്രീസിന് മാത്രമാണ് ലൈസൻസ് ഒബ്റ്റെയിൻ ചെയ്യേണ്ടത് കമ്പൽസറി ആയിട്ടുള്ളത്. സോ ഡിഫൻസ് എക്യുപ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ എന്താണ് ഹസാഡസ് കെമിക്കൽസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ സിഗാസും ടൊബാക്കോ പ്രൊഡക്ട്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രീസ്, ആൻഡ് അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ എക്സ്പ്ലോസീവ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രീസ്. ഈ ഇൻഡസ്ട്രീസിന് മാത്രമാണ് ഇപ്പോൾ കമ്പൽസറി ലൈസൻസിങ് വേണ്ടത്. ബാക്കിയുള്ള ഇൻഡസ്ട്രീസിന് കമ്പൽസറി ലൈസൻസിങ് ആവശ്യമില്ല. അതെല്ലാം എന്ത് ചെയ്തു? അബോളിഷ് ചെയ്ത് കളഞ്ഞു. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ശരിയാണ്. സോ പല ഇൻഡസ്ട്രീസിന്റെയും കമ്പൽസറി ലൈസൻസിങ് എന്ത് ചെയ്തു? അബോളിഷ് ചെയ്തു. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, many industries that were only reserved for the government were de-reserved. സോ ഈ ന്യൂ എക്കോണമിക് പോളിസി ഓഫ് 1991 വരുന്നതിന് മുന്നേ മിക്ക ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സും എന്തായിരുന്നു? ഗവൺമെന്റിന് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ്ലി റിസർവ്ഡ് ആയിരുന്നു. എന്നാൽ ന്യൂ എക്കോണമിക് പോളിസി ഓഫ് 1991 ശേഷം എന്ത് ചെയ്തു? അങ്ങനെയുള്ള പല ഇൻഡസ്ട്രീസും എന്ത് ചെയ്തു? ഡി റിസർവ്ഡ് ചെയ്തു. അതായത് പ്രൈവറ്റ് സെക്ടറിനെ കൂടി എന്ത് ചെയ്തു? അവിടെ അലോ ചെയ്തു. സോ ഇപ്പോ 2 ഇൻഡസ്ട്രീസ് മാത്രമാണ് എന്ത്, അല്ലെങ്കിൽ 2 സെക്ടേഴ്സ് മാത്രമാണ് ഗവൺമെന്റിന്റെ എക്സ്ക്ലൂസീവ് കൺട്രോളിലുള്ളത്, അല്ലെങ്കിൽ ഗവൺമെന്റിന് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ്ലി റിസർവ്ഡ് ആയിട്ടുള്ളത്. സോ ഇപ്പോൾ 2 ഇൻഡസ്ട്രീസ് മാത്രമാണ് ഗവൺമെന്റിന് വേണ്ടിയിട്ട് ഓർ പബ്ലിക് സെക്ടേഴ്സിന് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ്ലി റിസർവ് ചെയ്തിരിക്കുന്നത്. സോ എക്സ്ക്ലൂസീവ്ലി റിസർവ് ചെയ്തിരിക്കുന്നത് അത് ഏതൊക്കെ സെക്ടേഴ്സ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അറ്റോമിക് എനർജിയാണ്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അറ്റോമിക് എനർജിയാണ്. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നതാണ് റെയിൽവേസ് ആണ്. സോ ഇത് രണ്ടും മാത്രമാണ് ഗവൺമെന്റിന് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ്ലി റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന 2 സെക്ടേഴ്സ്. ബാക്കിയുള്ള ഇൻഡസ്ട്രീസ് എല്ലാം എന്ത് ചെയ്തു? ഡി റിസർവ് ചെയ്തു. അതായത് പ്രൈവറ്റ് സെക്ടറിനെ കൂടി അലോ ചെയ്തു. ഈ 2 സെക്ടേഴ്സ്, അതായത് അറ്റോമിക് എനർജിയും അതുപോലെ തന്നെ റെയിൽവേസും, ഇത് മാത്രമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഗവൺമെന്റിന് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ്ലി റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന 2 ഇൻഡസ്ട്രീസ്. ബാക്കി എല്ലാ ഇൻഡസ്ട്രീസിലും പ്രൈവറ്റ് സെക്ടറിനെ കൂടി അലോ ചെയ്തിട്ടുണ്ട്. എന്നാൽ അറ്റോമിക് എനർജിയിലും അതുപോലെ തന്നെ റെയിൽവേസിലും എന്ത് ചെയ്തിട്ടില്ല? പ്രൈവറ്റ് സെക്ടറിനെ ഇതുവരെ അലോ ചെയ്തിട്ടില്ല. ഇത് രണ്ടും എക്സ്ക്ലൂസീവ്ലി ഗവൺമെന്റിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിരിക്കുകയാണ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. കാരണം ഗവൺമെന്റിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിരുന്ന പല ഇൻഡസ്ട്രീസും എന്ത് ചെയ്തു? ഡി റിസർവ് ചെയ്തു. 2 ഇൻഡസ്ട്രീസ് മാത്രമേ ഇപ്പോഴും എക്സ്ക്ലൂസീവ്ലി റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളൂ, അറ്റോമിക് എനർജിയും റെയിൽവേസും. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? There was quota and price control for all the goods and services produced in the industrial sector. So 1991 എക്കോണമിക് പോളിസിയിൽ എന്ത് ചെയ്തു? ഈ കോട്ടയും അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് കൺട്രോൾ എന്ത് ചെയ്തു? കംപ്ലീറ്റ്ലി എടുത്തു കളഞ്ഞു. ഇപ്പൊ എന്തില്ല?
എക്കോണമിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന് എന്തില്ല, കോട്ടയോ പ്രൈസ് കൺട്രോളോ ഒന്നുമില്ല. ന്യൂ എക്കോണമിക് പോളിസി ഓഫ് 1991 ഇൻഡസ്ട്രിയൽ സെക്ടറിലെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഫിക്സ് ചെയ്തിരുന്ന കോട്ടാസും പ്രൈസ് കൺട്രോൾസും എല്ലാം തന്നെ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ആയിട്ട് അബോളിഷ് ചെയ്തു. സോ ഇപ്പൊ എന്തില്ല, ഈ ഒരു കോട്ടയോ പ്രൈസ് കൺട്രോളോ ഒന്നും തന്നെ എക്സിസ്റ്റൻസിലില്ല. സോ ഇതാണെന്ത്, ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്, only 3. സോ തേർഡ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. സോ ന്യൂ എക്കോണമിക് പോളിസി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണെന്ത്, ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ബാക്കി രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് എന്താണ്, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. So next question, which of the following articles of the Indian Constitution states about the formation of Union Public Service Commission of India? So Union Public Service Commission of India'യുടെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ എ ആർട്ടിക്കിൾ 312, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 315, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 320, ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 324. So which article of the constitution deals with the formation of Union Public Service Commission of India? സോ UPSCയുടെ ഫോർമേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 315 ആണ്. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 315 ആണ് എന്ത് ചെയ്യുന്നത്, യൂണിയൻ ലെവലില് ഒരു യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനും, സോ യൂണിയൻ ലെവലില് ഒരു യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനും അതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റ്സിനും ഒരു സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനും എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ. സോ ആർട്ടിക്കിൾ 315 ആണ് എന്ത് ചെയ്യുന്നത്, യൂണിയൻ ലെവലില് അതായത് സെൻട്രൽ ലെവലില് ഒരു യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനും ഓരോ സ്റ്റേറ്റിനും ഒരു സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനും ഫോം ചെയ്യണം എന്നുള്ള പ്രൊവിഷൻസ് തരുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 315. സോ ആർട്ടിക്കിൾ 315 ആണ് പറയുന്നത് യൂണിയൻ ലെവലില് ഗവൺമെന്റ് സർവീസിലേക്കുള്ള അപ്പോയിന്റ്മെന്റ്സ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനും ഓരോ സ്റ്റേറ്റിലും സ്റ്റേറ്റ് ഗവൺമെന്റ് സർവീസിലേക്കുള്ള അപ്പോയിന്റ്മെന്റ്സ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനും എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്ന് പറയുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 315 ആണ്. ഇനി ഈ ഒരു ഓപ്ഷൻസിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ മറ്റു രണ്ട് ആർട്ടിക്കിൾസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ആണെന്ത്, ആർട്ടിക്കിൾ 312. സോ ആർട്ടിക്കിൾ 312. സോ ആർട്ടിക്കിൾ 312ന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ആർട്ടിക്കിൾ ആണ് എന്ത് ചെയ്യുന്നത്, രാജ്യസഭയ്ക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പവേഴ്സ് കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്, ഓൾ ഇന്ത്യ സർവീസസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. സോ രാജ്യസഭയ്ക്ക് ഓൾ ഇന്ത്യ സർവീസസ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള എക്സ്ക്ലൂസീവ് പവേഴ്സ് കൊടുക്കുന്നത് ആർട്ടിക്കിൾ 312 ആണ്. സോ രാജ്യസഭയ്ക്ക് മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ, പുതിയൊരു ഓൾ ഇന്ത്യ സർവീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കാനായിട്ട് സാധിക്കും. സോ അതാണ് ആർട്ടിക്കിൾ 312 പറയുന്നത്. സോ രാജ്യസഭയ്ക്ക് മാത്രമാണ് ഓൾ ഇന്ത്യ സർവീസസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ് പവേഴ്സ്. അതാണ് ആർട്ടിക്കിൾ 312 പറയുന്നത്. സോ ഇപ്പൊ നമുക്ക് നിലവിൽ 3 ഓൾ ഇന്ത്യ സർവീസസ് ആണുള്ളത്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് IAS, ഇന്ത്യൻ പോലീസ് സർവീസ് IPS ആൻഡ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് IFS. സോ ഇത് മൂന്ന് മാത്രമാണെന്ത്, സോ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് IFS. സോ ഇത് മൂന്നും മാത്രമാണെന്ത് ഇപ്പോ നമ്മുടെ ഇന്ത്യയിലുള്ള ഓൾ ഇന്ത്യ സർവീസസ്. സോ IAS ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, IPS ഇന്ത്യൻ പോലീസ് സർവീസ് ആൻഡ് IFOS ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. ഇത് മൂന്നും മാത്രമാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിലവിലുള്ള ഓൾ ഇന്ത്യ സർവീസസ്. സോ ഈ പുതിയ ഒരു ഓൾ ഇന്ത്യ സർവീസ് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് ആർക്ക് മാത്രമേ സാധിക്കൂ, രാജ്യസഭയ്ക്ക് മാത്രമേ സാധിക്കൂ. സോ ആർട്ടിക്കിൾ 312 പറയുന്നത് പ്രകാരം പുതിയ ഒരു ഓൾ ഇന്ത്യ സർവീസ് ക്രിയേറ്റ് ചെയ്യാനുള്ള എക്സ്ക്ലൂസീവ് പവേഴ്സ് രാജ്യസഭയ്ക്ക് മാത്രമാണുള്ളതെന്നാണ് എന്ത് ചെയ്യുന്നത് ആർട്ടിക്കിൾ 312 പറയുന്നത്. ഇനി അതുപോലെ തന്നെ ആർട്ടിക്കിൾ 324. സോ ആർട്ടിക്കിൾ 324 ആണ് എന്ത് ചെയ്യുന്നത്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സോ ഇന്ത്യയിൽ പാർലമെന്റിലേക്കും സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സിലേക്കും പ്രസിഡന്റ് ഓഫീസിലേക്കും വൈസ് പ്രസിഡന്റ് ഓഫീസിലേക്കും ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണെന്ത്, ആർട്ടിക്കിൾ 324. സോ ആർട്ടിക്കിൾ 312
ഓൾ ഇന്ത്യ സർവീസസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള രാജ്യസഭയുടെ എക്സ്ക്ലൂസീവ് പവേഴ്സിനെ കുറിച്ച് പറയുന്നു. ഓൾ ഇന്ത്യ സർവീസസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് മൂന്നെണ്ണേ ഉള്ളൂ. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് IAS, ഇന്ത്യൻ പോലീസ് സർവീസ് IPS, അതുപോലെ തന്നെ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് IFOS. സോ ഇത് മൂന്ന് മാത്രമാണത് ഇപ്പോൾ നമ്മുടെ ഓൾ ഇന്ത്യ സർവീസസ് എന്ന് പറയുന്നത്. സോ പുതിയൊരു ഓൾ ഇന്ത്യ സർവീസ് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് എന്ത് വേണം? രാജ്യസഭയ്ക്ക് മാത്രമാണ് എക്സ്ക്ലൂസീവ് പവേഴ്സ് ഉള്ളത്. ആൻഡ് ആർട്ടിക്കിൾ 324 എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആർട്ടിക്കിൾ ആണെന്ത്? ആർട്ടിക്കിൾ 324. Next question. Which article of the Indian Constitution explicitly declares laws violating the fundamental rights as void? So ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏത് ആർട്ടിക്കിൾ ആണ് ഒരു ലോ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് വോയിഡ് ആക്കും എന്ന് പറയുന്ന ആർട്ടിക്കിൾ, അല്ലെങ്കിൽ അത് റദ്ദായി പോകും എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആർട്ടിക്കിൾ 13, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 14, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 32 ആൻഡ് ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 226. So which article of the Indian Constitution explicitly declares laws violating the fundamental rights as void? സോ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ഒരു ലോ വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ലോ നള്ളായി പോകും അല്ലെങ്കിൽ ഇൻവാലിഡ് ആയി പോകും എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ആർട്ടിക്കിൾ 13. സോ ആർട്ടിക്കിൾ 13 പറയുന്ന അനുസരിച്ച് ഏതെങ്കിലും ഒരു ലോ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യുകയോ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ എടുത്തു കളയുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ലോ നൾ ആൻഡ് വോയിഡ് ആയിരിക്കും, അതായത് അസാധുവായിരിക്കും എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണെന്ത്? ആർട്ടിക്കിൾ 13. സോ ബേസിക്കലി ആർട്ടിക്കിൾ 13 എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ജുഡീഷ്യൽ റിവ്യൂവിന്റെ ഡോക്ട്രൈൻ പ്രൊവൈഡ് ചെയ്യുന്ന ആർട്ടിക്കിൾ ആണെന്ത്? ആർട്ടിക്കിൾ 13 എന്ന് പറയുന്നത്. സോ ആർട്ടിക്കിൾ 13 ആണ് എന്ത് ചെയ്യുന്നത്? ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ച് എക്സ്പ്രസീവ്ലി മെൻഷൻ ചെയ്യുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 13. അതായത് ഒരു ലോ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ലോ വോയിഡ് ആയിരിക്കും എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 13. സോ ബേസിക്കലി അതെന്താണ് പറയുന്നത്? ജുഡീഷ്യൽ റിവ്യൂവിന്റെ ഡോക്ട്രൈൻ തരുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 13. സോ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യക്ക് ആർട്ടിക്കിൾ 32 പ്രകാരം, സോ ആർട്ടിക്കിൾ 32 പ്രകാരമാണ് ജുഡീഷ്യൽ റിവ്യൂവിന്റെ പവർ ഉള്ളത്. ആൻഡ് ഹൈക്കോർട്സിന്, ഇന്ത്യയിലുള്ള ഹൈക്കോർട്സിന് ആർട്ടിക്കിൾ 226 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? ഈ ജുഡീഷ്യൽ റിവ്യൂസിന്റെ പവർ ഉള്ളത്. സോ സുപ്രീം കോർട്ടിനും ഹൈക്കോർട്ടിനുമാണ് ജുഡീഷ്യൽ റിവ്യൂവിന്റെ പവർ ഉള്ളത്. സുപ്രീം കോർട്ടിന് ജുഡീഷ്യൽ റിവ്യൂവിന്റെ ഈ ഒരു പവർ കിട്ടുന്നത് ആർട്ടിക്കിൾ 32 നിന്നാണ്. ഹൈക്കോർട്സിന് ജുഡീഷ്യൽ റിവ്യൂവിന്റെ പവർ കിട്ടുന്നത് ആർട്ടിക്കിൾ 226 നിന്നാണ്. ആൻഡ് ഈ ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. സോ യുഎസിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മൾ ഈ ജുഡീഷ്യൽ റിവ്യൂവിന്റെ കോൺസെപ്റ്റ് ഇൻസ്പയർ ചെയ്തിരിക്കുന്നത്. സോ ആർട്ടിക്കിൾ 13 ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ച് എക്സ്പ്രസീവ്ലി മെൻഷൻ ചെയ്യുന്ന ആർട്ടിക്കിൾ. സോ സുപ്രീം കോർട്ടിന് ആർട്ടിക്കിൾ 32 പ്രകാരം ജുഡീഷ്യൽ റിവ്യൂവിന്റെ പവർ ഉണ്ട്. ഹൈക്കോർട്സിന് ആർട്ടിക്കിൾ 226 പ്രകാരം ജുഡീഷ്യൽ റിവ്യൂവിന്റെ പവേഴ്സ് ഉണ്ട്. ആൻഡ് ജുഡീഷ്യൽ റിവ്യൂവിന്റെ ഈ ഒരു ഫീച്ചർ നമ്മൾ ബോറോ ചെയ്തിരിക്കുന്നത് ഓർ ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് യുഎസിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്തിരുന്നത്. ഐ ഹോപ്പ് ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു. സോ കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു.